ഒരു മെമ്പറിന്റെ അവസ്ഥ എന്തൊക്കെ ചെയ്യണോ? ഒരു നാട്ടിന്റെ വികസനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതണം, അതിൻ്റെ കൂടെ തന്നെ ആൾക്കാരെ കണ്ടുപിടിക്കണം. എന്താ ഒരു വിധി! അങ്ങനെയാണെങ്കിൽ അവൾ അവിടെ ഇറങ്ങി കയറട്ടെ, അതല്ലേ ശരി. അവൾ എങ്ങനെ അവിടെ കയറും? എന്തായാലും പത്രത്തിൽ റിപ്പോർട്ടുണ്ടല്ലോ, അത് കണ്ട ആരെങ്കിലും വരും, വരാതിരിക്കില്ല. തെങ്ങ് സുമതി പയ്യെ കുളത്തിയത് കേറി ഇറങ്ങിയ അത് അക്ഷരത്തെറ്റ് വരും. സുമതിക്ക് എങ്ങനെ കേറാൻ പറ്റും? ഇവിടെ ഇവിടെ ഞാനാ മുമ്പറ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ആരാണ് മുമ്പറ? ഞാൻ മുമ്പറ നോക്കി തന്നെയാ വന്നു ഇവിടെ. ഞാൻ മറ്റേ തെക്കേലെ പാലത്തിന്റെ അവിടെ താമസിക്കുന്ന പ്രഭാരന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നില്ലേ? ആയിക്കോട്ടെ, അവനാ. എന്താ മുമ്പറ ഇവിടെ പത്രത്തിലൊരു വാർത്ത കൊണ്ടുകൊണ്ട് വന്നതാ ഞാൻ. എവിടെ നടക്കണം സാറേ? എനിക്ക് അഭിനയിക്കാനൊരു അവസരം. നിന്നെ പോലെ ലോക്കൽസിന് ഇതിന്റെ അല്ല ഞാൻ ചെയ്തത്. പിന്നെ പിന്നെ അതുക്കും മേലെ. ഓ, അതുക്കും മേലെ അല്ല, ഇതുക്കും മേലെ ഒന്നും അല്ലല്ലോ. ഇതുക്കും മേലെടാ. കവാലി അല്ല, ഗപ്പാലി. പ്രതിനിധിയുടെ പ്രതിനിധി. ജനപ്രതി അല്ല, ജനപ്രതിനിധി. നിന്റെയൊക്കെ പരാതി കേൾക്കണം, പഞ്ചായത്തിൽ പോണം, വിധവകളെ സഹായിക്കണം. എങ്ങനെ? അല്ല, വിധവകളെ പെൻഷനൊക്കെ വാങ്ങി കൊടുക്കണം. മനസ്സിലായോടാ? ഓ, അങ്ങനെ. അതൊക്കെ നിനക്ക് അഭിനയിക്കും. പിന്നെ സാറേ, ഞാൻ നല്ല സൂപ്പറായിട്ട് അഭിനയിക്കും സാറേ. സൂപ്പറായിട്ട് പിന്നെ നീ ഒന്ന് സ്റ്റഡി ആയിട്ട് ഇത് ഈ സ്റ്റഡി അല്ലേ സാറേ? ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറാണ്. ഇങ്ങനല്ല, നേരെ ഇങ്ങനെ നിവർന്നാണ്. നിവർന്നല്ലേ? ശരി, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഭയങ്കര രാമ ആർട്ടിസ്റ്റാണ് പഴയ. എടി കഷ്ടമേ, നീ എന്നെ പ്രേമിച്ചില്ലെങ്കിൽ ഞാൻ ഈ കടപ്പുറത്തുള്ള മണ്ണെല്ലാം ഞാനിപ്പോ വരച്ചിനും, എന്നിട്ട് ഞാനിവിടെ ചങ്ക് പൊട്ടി മരിക്കുമടി. അടിപൊളി സാറേ, അടിപൊളി. ഞാൻ അടിപൊളി. താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഇത് സാറ് വേറൊരു സംഭവം ഞാൻ ചെയ്തോളാം. ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ ഇത് ചെയ്ത എനിക്ക് ചാൻസ് തരണം. പറഞ്ഞു പറ്റിക്കരുത്. ഉറപ്പ്. പറഞ്ഞു പറ്റിക്കരുത് കേട്ടോ? മനസ്സിലായല്ലോ? ഒരു ചെറിയ പാട്ടാണ്. അയ്യോ ശിവനി, അഞ്ച് കടപ്പുറത്ത് ഓലക്കൂടി ഞാൻ മുടി മുറുക്കി കിടക്കുന്ന ആളാണ്. ഞാനല്ല പറന്തല്ല തിരകളല്ല, ചെമ്മാനം പാടി കിടക്കണ തിരകരകൻ. ഇത്രേ ഉള്ളൂ. അന്തിക്കടപ്പുറത്ത് ഓലക്കൂടെ ഞാലും പൂട്ടി മുറുക്കി കിടക്കണം. പൊന്നു സാറേ, ഓക്കെ ശരി. ഇവന്മാരെ പോലുള്ളവനെ വച്ച് നമ്മൾ എങ്ങനെ കോമഡി TV ചെയ്യും?